ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി വിൻഡോ ഷീറ്റ്സ് പൊക്കിയപ്പോൾ ആദ്യം കാണുന്നത് ഈ കുറേ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സ് അവിടെ കിടന്ന് കറങ്ങുന്നതാണ്. ആൻഡ് വി ഫെൽ സോ പ്രിവിലേജ്. കാരണം എന്താ, ഫോർ ദി ഫസ്റ്റ് ടൈം എവർ വി ചോസ് എമിറേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി യൂഷ്വൽ ഇൻഡിഗോ അല്ലെങ്കിൽ എയർ ഏഷ്യ. സന്തോഷിക്കാനും കുറേ കാണുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ലുക്ക്, ഇതാണ് എമിറേറ്റ് ഫ്ലൈറ്റ്സിൻ്റെ ഉള്ളിലെ ഒരു സെറ്റപ്പ്. മുമ്പിൽ തന്നെ ഈ ഒരു വലിയൊരു സ്ക്രീൻ, അതിൻ്റെ കൂടെ ഒരു നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനോ ഉറങ്ങാനോ ഈ ഒരു പില്ലോ, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബ്ലാങ്കറ്റ്. AC ബസ്സിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഈ സ്ക്രീനിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇൻഫർമേഷൻ ടാബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടുഡേയ്സ് ഫ്ലൈറ്റ്, ഡിസ്കവർ ദുബായ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ ടുഡേയ്സ് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കാണാൻ പറ്റും. എവിടെയാണ്, എത്ര ടൈം എടുക്കും, ഡെസ്റ്റിനേഷനിലെ ടൈം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ്. ഇതിപ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല, ഐ തിങ്ക് ദാറ്റ്സ് വൈ ഇറ്റ്സ് ഷോൺ ലോഡിങ്. മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് എവിടെയെന്ന് കാണാൻ പറ്റും. പിന്നെ ഈ ഡിസ്കവർ ദുബായ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡൈനിങ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദുബായിലെ ഒരു ഫുൾ ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. അതിലെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും ഡീറ്റെയിൽസ്, പിന്നെ അതിൻ്റെ ചെറിയൊരു ട്രെയിലർ ക്ലിപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം ഈ ഒരു ഹെഡ്സെറ്റും കൂടി ഉണ്ട്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിലെ സൗണ്ട് നമുക്ക് മാത്രമായിട്ട് കേൾക്കാൻ പറ്റും. സോ വേറെ ഫ്ലൈറ്റിലൊന്നും ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല. യൂഷ്വലി ഹെഡ്സെറ്റൊക്കെ മറക്കുന്ന ഒരാൾക്കാർക്ക്, എന്നെ പോലെയുള്ളവർക്ക് ഇത് വളരെ ഒരു യൂസ്ഫുൾ സംഭവമായിരിക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ സ്ക്രീനിൽ നിന്ന് എന്തോ ഒരു സാധനം പറിച്ചെടുക്കുന്നു. ആൻഡ് അപ്പറൻ്റ്ലി ദാറ്റ്സ് എ ജോയ്സ്റ്റിക് കൈൻഡ് ഓഫ് തിങ്, അല്ലെങ്കിൽ ഒരു റിമോട്ട് എന്നൊക്കെ പറയാം. അതായത് ഇത് വെച്ചിട്ട് വി ക്യാൻ കൺട്രോൾ ദ സ്ക്രീൻ. അടിപൊളി ഒരു സെറ്റപ്പാണ്. ആൻഡ് എമിറേറ്റ്സിൻ്റെ ആഡ്സോ എയർ ഹോസ്റ്റസിൻ്റെ അനൗൺസ്മെൻറ്റ്സോ ഈ ഇൻഡിയോയിലൊക്കെ അവർ നടുക്കുന്നിട്ട് ആക്ഷൻസ് ഒക്കെ കാണിക്കില്ല, അതെല്ലാം ഇവിടെ സ്ക്രീനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. വേണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഓൺ സ്ക്രീൻ ഗെയിമിങ്ങിലേക്ക് ചാടി. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ കളിച്ചു തുടങ്ങി. ബട്ട് ദെൻ ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് എൻ്റെ ഒരു ശീലം. ആൻഡ് നിഖിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റയ്ക്ക് സിനിമ കാണാൻ തുടങ്ങി. ആൻഡ് ഇതിൽ ഓൾറെഡി കുറേ മൂവീസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മോളിവുഡ്, ഹോളിവുഡ് എന്തുണ്ടെങ്കിലും ഉണ്ട്. ബട്ട് അവൻ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ, അല്ല ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനാണ് ചൂസ് ചെയ്തത്, ഞാനില്ലാതെ അവൻ കാണാൻ വേണ്ടി. ആൻഡ് എൻ്റെ സ്ക്രീനിൽ ഇത് എപ്പോഴും പൂളിൻ്റെ സംഭവം ഇരിക്കുവാണ്. പിന്നെ ഞാൻ എണീക്കുന്നത് എപ്പോഴാണെന്നറിയോ, ഫുഡ് വന്നപ്പോഴാണ്. ഇറ്റ് വാസ് എ കോംപ്ലിമെൻ്ററി മീൽ. ആൻഡ് ഒരു ഐറ്റം ഒന്നുമല്ല, ഒരു ഫുൾ കോഴ്സ് മീൽ. ഓരോ ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇനി. ഫസ്റ്റ് എന്ന് പറയുന്നത് റോസ്റ്റഡ് കാഷ്യൂസ്. ഇന്ത്യ പോലെ ഫ്ലൈറ്റിൽ മറ്റേ 200 രൂപയ്ക്ക് കിട്ടുന്ന സാധനം, അതാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ മീനിൻ്റെ കൂടെ കിട്ടിയത്. മെയിൻ കോഴ്സായിട്ട് നമുക്ക് ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയത് ഈസ് ചിക്കൻ ബിരിയാണി. നല്ല ബോൺലെസ് ചിക്കൻ പീസസ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ബിരിയാണി. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്തുട്ടാണ്, ഇതൊരു മൗത്ത് ഫ്രഷ്നറാണ്, ഞാൻ ട്രൈ ചെയ്തില്ല. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് റിഫ്രഷിങ് ടവൽ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് പീസ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു സാധനത്തിന്. അതിൻ്റെ കൂടെ ഈ 1 rupeeൻ്റെ അമൂലിൻ്റെ ബട്ടർ പാക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, കാരണം അപ്പുറത്ത് ബണ്ണുണ്ടായി കൂടെ കഴിക്കാൻ. പിന്നെ ഈ ഒരു മാംഗോ പിക്കിൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിരിക്കും, ബട്ട് ദെൻ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല, സോ ഐ ഡിഡ്ന്റ് ട്രൈ ഇറ്റ് ഔട്ട്. ക്യാരറ്റ് പ്ലസ് പരിപ്പൊരു സംഭവം, ഇത് ഡെസേർട്ട്, ഇത് കട്ട്ലറി, പിന്നെ അതിൻ്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിൽ. ഫസ്റ്റ് ഐറ്റമാണ് ബിരിയാണി. ബിരിയാണിയുടെ ടേസ്റ്റ് വളരെ അടിപൊളിയായിരുന്നു. ബോൺലെസ് പീസൊക്കെ ആയിരുന്നു ഉള്ളത്. സോ ഐ ഗിവ് ഇറ്റ് എ സോളിഡ് 10 on 10. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി യമ്മി. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു സാലഡ് പോലെ, അതിന് 6.5 on 10 ഉള്ളൂ. ബിക്കോസ് ബിരിയാണിയുടെ കൂടെ പരിപ്പും ക്യാരറ്റും ഒക്കെ മേയായിരുന്നു കോംബോ. ആൻഡ് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഈസ് ദിസ് ഡിസേർട്ട്. ഡിസേർട്ടിന് ഞാൻ കൊടുക്കുന്നത് ഈസ് 11 on 10 ബിക്കോസ് ഇറ്റ് വാസ് റിയലി യമ്മി. അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ സ്ക്രീനിലും ഒരേ മൂവി ഇട്ട് അതെല്ലാം സിങ്കപ്പ് ആക്കി അതൊക്കെ കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഫ്ലൈറ്റിൽ നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും. എല്ലാ ആപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ടെക്സ്റ്റിംഗ് ആപ്സ് ലൈക്ക് വാട്സാപ്പ്. ആൻഡ് ഇപ്പോൾ എന്താ അനൗൺസ്മെൻറ്റ് നടക്കുവാണ്. സോ അനൗൺസ്മെൻറ്റ് വരുമ്പോഴത്തേനും മൂവി പോസായി പോകും. എനിവേയ്സ് എനിക്ക് വീണ്ടും ഉറങ്ങാനുള്ള ടൈമായി. അപ്പോൾ നിഖിലിനെ മൂവി കാണാൻ വിട്ടിട്ട് ഞാൻ നമ്മുടെ കംഫർട്ടബിൾ ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ പോയി കിടന്ന് ഉറങ്ങി. ഓക്കെ, സോ നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. വി ആർ ഗോയിങ് ടു ദി ബാഗേജ് കളക്ഷൻ പോയിന്റ് നൗ. സോ ആ ലിഫ്റ്റിലാണ് വന്നത്. ആൻഡ് ഇറ്റ്സ് ലിറ്ററലി ദ ഹ്യൂജസ്റ്റ് ലിഫ്റ്റ് ഐ എവർ സീൻ. ഇവിടുത്തെ റൂളറിൻ്റെ പിക്ചറൊക്കെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ
പാം ട്രീസ് ആൻഡ് എന്തോ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാഗേജ് റിക്ലൈമിലേക്ക് പോകാം. ഓക്കെ, അവിടെ ബോർഡ് കാണുന്നുണ്ട് ബാഗേജ് റിക്ലൈം, അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബാഗേജ് കളക്ഷൻ പോയിന്റിലേക്കൊക്കെ പോകാൻ. ഇറ്റ്സ് ലൈക്ക് എ ട്രാം സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു മെട്രോ പോലത്തെ ഒരു സംഭവം. നമുക്കിതിൽ കയറി നമുക്ക് ബാഗേജ് കളക്ഷനിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദിസ് ഇസ് എ സ്പെഷ്യൽ ഗേറ്റ് ഫോർ ദി എമിറേറ്റ്സ് ഫ്ലൈറ്റ്. ഐ എം നോട്ട് ഷുവർ. നമുക്കിത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുറത്തെത്തി. ഇമിഗ്രേഷനോടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒന്നുമില്ല, നമ്മുടെ ജസ്റ്റ് പാസ്പോർട്ട് കാണിക്കും, സ്റ്റാമ്പ് ചെയ്യും. ഓൾസോ വി ഗെറ്റ് ദിസ് ഫ്രീ ടൂറിസ്റ്റ് ഡിസ്കൗണ്ട് കാർഡ്. എന്തോ ഫ്രീ സിമ്മൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫ്രീ ടൂറിസ്റ്റ് സിം, ഈ സിം ഫ്രീ 10 GB. ഇത് ഫസ്റ്റ് ഡേ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 10 GB ഉണ്ട്. ഫസ്റ്റ് ഡേ തന്നെ എക്സ്പയർ ആവും തോന്നുന്നു. എനിവേ നമുക്കിത് ഒരു ദിവസം മതി, ബാക്കി നമുക്ക് എന്താ സംഭവം നോക്കാം. സോ ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു ആംബിയൻസ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂജ് ആൻഡ് വലിയ ക്രൗഡൊന്നും ഇല്ല, വിചാരിച്ചത്ര ക്രൗഡൊന്നും ഇല്ല. ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ബാക്ക് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് 4 അവിടെയാണ് നമ്മുടെ ബാഗേജ് വരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഫ്ലൈ ദുബായ് എന്നാണല്ലോ ഇത് കാണിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് മേ ബി ഇറ്റ്സ് 4A അതാണോ? ഓക്കെ, നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. സോ ഇനി കുറച്ച് ബാഗേജിന് കുറച്ച് ഡിലേ ഉണ്ടാവും. ഒരു ബാഗ് ആയതുകൊണ്ട് മേ ബി വിൽ ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. സോ ഞങ്ങൾക്ക് ബാഗേജ് കിട്ടി, ഞങ്ങൾ പുറത്തെത്തി. നിങ്ങൾക്ക് റൂട്ട് നോക്കാനാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് മെട്രോ എന്ന് പറഞ്ഞ് എൻട്രി കാണും. സോ നമ്മുടെ ഹോട്ടൽ ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റേഴ്സോളം ഉണ്ട്. സോ ഐ തിങ്ക് മെട്രോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ഗോ. അതുകൊണ്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിൻ്റെ മുകളിലാണ്. നമുക്ക് പോയി നോക്കാം. മെട്രോ കാർഡൊക്കെ അവിടെ ചെന്നിട്ട് എന്താവും നോക്കാം. നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുകളിലാണ് മെട്രോ സ്റ്റേഷൻ. അപ്പുറത്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ ക്യാബ് റെൻ്റല്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ്സും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്തത്. സോ റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ദി മെട്രോ സ്റ്റേഷൻ. ഇവിടെ മെട്രോയിൽ പോകാനായിട്ട് നമുക്ക് ഈ നോൾ കാർഡ് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു നോൾ കാർഡിൻ്റെ ഒരു സ്ഥലം കാണും. അവിടെ വെച്ചിട്ട് നമുക്ക് 50 ദിറംസ് കൊടുത്താൽ 2 നോൾ കാർഡ് കിട്ടും. അതാണത്തിന് 25 ദിറംസ്. അതിൻ്റെ 19 ദിറംസ് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടും. സോ നമ്മളിപ്പോൾ ഈ 2 നോൾ കാർഡ്സ് എടുത്തു. വി റീച്ച് ദി മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ മാപ്പ് ഉണ്ട്. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന എയർപോർട്ട് ടെർമിനൽ 3യിലാണ്. സോ വി ആർ റൈറ്റ് അബൌട്ട് ഹിയർ. നമുക്ക് പോകേണ്ടത് ഈസ് ടുവേർഡ്സ് ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് വേറെ എന്തോ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. സോ ദിസ് ഇസ് വെയർ വി ആർ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം 2യിലാണ് നിൽക്കുന്നത്. നിഖിൽ അവിടെ ആടിപ്പാടി നടക്കുന്നുണ്ട്. The next station is Emirates Towers. ഫൈനലി ഞങ്ങൾ ദുബായിൽ കാലുകുത്തി. ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ആയിരുന്നു ഞങ്ങളുടെ മെട്രോ സ്റ്റേഷൻ. സോ ഞങ്ങളിവിടെ ഫൈനലി ഇറങ്ങി. ആൻഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഓഫ് ദുബായ്. ഇവിടെ ആക്ച്വലി ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഐ തിങ്ക് ദിസ് വെദർ ഇസ്, ഞങ്ങൾ ചൂട് പ്രതീക്ഷിച്ചാണ് വന്നത്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി കോൾഡ്. ജാക്കറ്റ് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേനെ. ആൻഡ് ഇറ്റ്സ് വെരി വിൻഡി. ഫുൾ കാറ്റും തണുപ്പും. നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. ഇത് ഫുൾ എന്തോ ബൈക്ക് സ്റ്റാൻഡ്സ് ആണ്. ഈ ബൈക്സ് ഒക്കെ ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് എടുത്ത്, ഇത് കരീം ബൈക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ബൈക്ക് എടുത്ത് പോകാൻ പറ്റും. ബട്ട് ദെൻ ഞങ്ങൾക്ക് ട്രോളി ഉള്ളതുകൊണ്ട് അത് പറ്റില്ല. സോ വി ആർ പ്ലാനിങ് ടു കോൾ ആൻ ഊബർ അല്ലെങ്കിൽ കരീം. സോ അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ബിൽഡിങ്സ് തന്നെ കാണാൻ നല്ല രസമുണ്ട്. വെയിലൊന്നും ഇല്ല. ഇറ്റ്സ് ലൈക്ക് ദ പെർഫെക്റ്റ് വെതർ. നല്ല തണുപ്പും കാറ്റും. വെരി കൂൾ. ചുറ്റും കാണിക്കും.
സോ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബി. ഹോട്ടൽ ആൻഡ് റൂം ടൂർ ഒക്കെ വേറെ വ്ളോഗിൽ കാണിച്ചു തരാം. എനിവേസ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് പാർട്ട്.